ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് കരുതുന്നു. എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ദുരിതങ്ങളാണ്. ഇപ്പോൾ എല്ലായിടത്തെയും കാലാവസ്ഥ ഒരുപോലെയൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും വിളിച്ചു ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് മഴയാണെന്നാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് സമയക്കുറവ് കാരണമാണ് വീഡിയോ ഡെയിലി ഇടാൻ പറ്റാത്തത്. ഓരോ വീഡിയോയും ഇതുപോലെ എഡിറ്റ് ചെയ്തൊക്കെ വയ്ക്കും, പക്ഷേ വോയിസ് ഓവർ കൊടുത്ത് അത് അപ്ലോഡ് ആക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം. പിന്നെ അനിയത്തിയുടെ വീട്ടിൽ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊന്ന് റെഡിയാകുകയാണ്. അപ്പം കുഞ്ഞിനെ ആദ്യം ഒന്ന് ഒരുക്കി റെഡിയാക്കി. അപ്പം മോളിൽ ഫാൻ കറങ്ങുന്നത് കണ്ടിട്ടൊന്ന് നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾ പെട്ടെന്നാണെന്ന് തീരുമാനിച്ച ഡോക്ടറെ കാണിക്കാവുന്ന കാര്യം, കുഞ്ഞിന് ഇടത് കണ്ണിൽ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്, അതുപോലെ പീളയും കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഉള്ളായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ചേർത്തലയിലാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പോയിട്ടുള്ളൊരു വീഡിയോ ഇല്ല, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ഉണ്ട്. അത് എഡിറ്റ് ചെയ്ത് വെച്ച്, പക്ഷേ അത് വോയിസ് ഓവർ കൊടുക്കാൻ ടൈം കിട്ടാഞ്ഞിട്ട് മോനാണ് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ആക്കിയത്. അപ്പോൾ എന്നോട് ചോദിച്ചവരോട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ കാണിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടാകത്തില്ല. നമ്മൾ വീട്ടിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോണ വഴിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോയിലേക്ക് വരുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ചെറിയ തെളിവൊക്കെ ഉണ്ടായിരുന്നു, അധികം മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റി, കാര്യം വെച്ചാൽ അധികം തിരക്കില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ കുഞ്ഞിന് കണ്ണിലൊഴിക്കാൻ വേണ്ടിയിട്ട് തുള്ളി മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ സമയം ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി അനിയത്തിയുടെ വീട്ടിൽ കൂടെ കയറിയിട്ടേ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അനിയത്തിയുടെ വീട് കളവൻകുടത്താണ്, ചേർത്തലയിലാണ്. അപ്പോൾ നമ്മൾ ടൗണിൽ വന്നിട്ട് നമുക്ക് കുറച്ച് നോട്ട് ബുക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അനിയത്തിയുടെ മോനും ബ്രദറിൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മൾ എല്ലാ കൊല്ലം അവർക്ക് കുറച്ച് ബുക്ക്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൈൻ ബുക്ക് സ്റ്റാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നോട്ട് ബുക്കും പേനയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് അനിയത്തിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന വിവരമൊന്നും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കാര്യം ചെന്നാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയത്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവർക്കൊരു സർപ്രൈസ് തന്നെയായിരുന്നു. കാര്യം ചെന്ന് നമ്മൾ പറയാതെ കണ്ട് കുഞ്ഞിനെയായിട്ട് നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. 28 കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എങ്ങും പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ 56 കഴിഞ്ഞു കേട്ടോ, 56 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചടങ്ങിൻ്റെ വീഡിയോസൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാൻ വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ആക്കാം. അപ്പോൾ നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും വൈകിയത് കൊണ്ട് നമ്മൾ അധിക സമയം അവിടെ നിന്നില്ലായിരുന്നു. ചായയൊക്കെ കുടിച്ച് പിന്നെ അനിയത്തി കുറച്ച് ചക്കയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിലേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ.